തൊടുപുഴ വെളിയാമറ്റത്ത് പശുക്കൾ ചത്ത കുട്ടിക്കർഷകരെ നാട് ഒന്നാകെ ചേർത്ത് പിടിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടു. ഒരാഴ്ചക്കുള്ളിൽ 5 പശുക്കളെ നൽകും എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചത്. മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഇന്ന് കുട്ടികളുടെ വീട്ടിലെത്തിയിരുന്നു. അവരുടെ വിഷമം നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ സഹായങ്ങൾ ഉറപ്പു നൽകിക്കൊണ്ട് മന്ത്രിമാരൊപ്പം തന്നെ സിനിമാ താരങ്ങൾ, നടൻ ജയറാമിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ എത്തുന്നത് നമ്മൾ കണ്ടു. നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറിയതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 പശുക്കളെ വാങ്ങാനുള്ള തുക ലുലു ഗ്രൂപ്പും കൈമാറി. മരച്ചീനി തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്കർഷകരായ മാത്യുവിന്റെയും ജോർജിന്റെയും 13 പശുക്കൾ ചത്തത് ഇന്നലത്തെ സങ്കടക്കാഴ്ചയായിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്ന് സഹായം ഒഴുകിയെത്തി. മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടിക്കർഷകരുടെ വീട്ടിൽ നേരിട്ടെത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നാലെ നടൻ ജയറാമും കുട്ടികൾക്ക് പിന്തുണയുമായി എത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് താരത്തിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്നറിയിച്ചു. 5 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പും കൈമാറി. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി 10 പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ അത് ഇവരുമായി സംസാരിച്ച് നൽകാനാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപയാണ് യൂസഫ് അലി സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിന്നിവിടെ ഇവർക്ക് കൈമാറിയത്. 1 ലക്ഷം രൂപ നൽകുമെന്ന് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് അഡ്മിൻ ടി ഫിറോസ്. കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ജീവകാരുണ്യ സംഘടനയാണ് കേരള ഹോം ഡിസൈൻ. നമ്മൾ ആദ്യം പശുവിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച്, പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പശു ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് പാല് നമുക്കറിയില്ലല്ലോ കറക്റ്റായിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ തിരഞ്ഞെടുക്കാമല്ലോ. പ്രതിസന്ധികളിൽ ചേർത്തു പിടിച്ചവർക്ക് നന്ദി അറിയിച്ച് മാത്യുവും കുടുംബവും. സഹായങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2 പശുക്കളെ നൽകുമെന്ന് CPIM അറിയിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് സ്വന്തം ഫാമിൽ നിന്ന് 1 പശുവിനെ മാത്യുവിന് കൈമാറി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മിൽമ എന്നിവിടങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരും പൊതുസമൂഹവും ചേർത്ത് പിടിച്ചതോടെ മാത്യുവിനും കുടുംബത്തിനും ഇനി പുതുജീവൻ. ഈ ഫാമിലേക്ക് ഇനി പുതിയ പശുക്കൾ എത്തും. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24.